ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुधपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेव श्रीराधा कृष्णपादान् सहगणा ललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिकान्त राधाकान्त नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वञ्चाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। मुखं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरो दीनतारिणं परमानन्दमाधवं श्रीचैतन्यम्। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും വിനീതമായ പ്രണാമം. പ്രഥമസ്കന്ധം അധ്യായം 14 ശ്ലോകം 3 അല്ലേ? അതെ പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ. ശ്ലോകം 3. കാലസ്യ ച ഗതിം രൗദ്രാം വിപര്യസ്ത്രതു ധർമ്മിണഃ പാപിയസീം നൃണാം വാർത്താം ക്രോധലോഭാനൃതാത്മനാം. കാലസ്യ ച ഗതിം രൗദ്രാം വിപര്യസ്ത്രതു ധർമ്മിണഃ പാപിഷ്യാസിം നൃണാം വാർത്താം ക്രോധലോഭാനൃതാത്മനാം. യെസ്. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. കാലസ്യ ച ഗതിം രൗദ്രാം വിപരീതർത്തുധർമ്മിണഃ പാപിയസ്യ നൃണാം വാർത്താം ക്രോധലോഭാനൃതാത്മനാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ മാതാജി വായിക്കണോ? വായിച്ചു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. കാലസ്യ ച ഗതിം രൗദ്രാം വിപര്യസ്തർതു ധർമ്മിണഃ പാപിയസീം നൃണാം വാർത്താം ക്രോധലോഭാനുതാത്മനാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കാലസ്യ ച ഗതിം രൗദ്രാം വിപര്യസ്തർതു ധർമ്മിണഃ പാപിയസീ നൃണാം വാർത്താം ക്രോധലോഭാനൃതാത്മനാം. ഹരേ കൃഷ്ണ. ഓക്കെ. വേറെ ആരെങ്കിലും? ഹരേ കൃഷ്ണ. കാലസ്യ ച ഗതിം രൗദ്രാം വിപര്യസ്തർതു ധർമ്മിണഃ പാപീയസീ നൃണാം വാർത്താം ക്രോധലോഭാനൃതാത്മനാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഓക്കെ. വിവർത്തനം ഭാവാർത്ഥം. ഹരേ കൃഷ്ണ പ്രഭു. കൃഷ്ണ. വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ.
Om Namo Bhagavate Vasudevaya. Vivartanam and Bhavaartam. By His Divine Grace, A.C. Bhaktivedanta Swami Prabhupada, Srila Prabhupada ki Jai. വിവർത്തനം. അനാദ്യന്തമായ കാലചക്രങ്ങളുടെ ഗതിക്ക് മാറ്റം സംഭവിച്ചത് ദർശിച്ച് അദ്ദേഹം അത്യന്തം ഭയചകിതനായി. ഋതുക്കളുടെ അനുപൂർവ്യങ്ങൾക്ക് ഭംഗമുണ്ടായി. സാമാന്യ ജനങ്ങൾ അത്യാഗ്രഹികളും വഞ്ചകരും ശുണ്ഠിയുള്ളവരുമായി തീർന്നു. മാത്രവുമല്ല, അവർ അത്യന്തം ഹീനമായ ഉപജീവനമാർഗങ്ങൾ സ്വീകരിക്കുന്നതായും അദ്ദേഹം ദർശിച്ചു. ഭാവാർത്ഥം. പരമദിവ്യോത്തമ പുരുഷനുമായുള്ള സ്നേഹനിർഭരമായ ബന്ധത്തിൽ നിന്നും നാഗരികതയെ വേർപ്പെടുത്തി നിർത്തുമ്പോൾ ഋതുക്കളുടെ അനുപൂർവ്യമായ വിന്യാസക്രമങ്ങൾക്ക് മാറ്റം, അത്യന്തം ഗർഹണീയമായ ഉപജീവന മാർഗം സ്വീകരിക്കൽ, കാമക്രോധ ലോപമോഹങ്ങൾ, വഞ്ചകത്വങ്ങൾ എന്നിവയൊക്കെ അത്യന്തം അനിയന്ത്രിതമാം വിധം പടർന്നു പിടിക്കുന്നു. ഋതുക്കളുടെ അനുപൂർവ്യമായ വിന്യാസ ക്രമത്തിനുണ്ടാകുന്ന മാറ്റം എന്നത് ഒരു ഋതുവിൽ പ്രകടമാകേണ്ട അന്തരീക്ഷ ലക്ഷണങ്ങൾ മറ്റൊരു ഋതുവിൽ പ്രകടമാകുന്നതിനെ സംബന്ധിച്ച് പ്രസ്താവിക്കുന്നു. ദൃഷ്ടാന്തമായി, വിന്യാസക്രമമനുസരിച്ച് വർഷക്കാലം വരേണ്ട സ്ഥാനത്ത് ശരത്കാലമോ വസന്തകാലമോ പ്രകടമാകുന്നു. അഥവാ വസന്തകാലമല്ലാതിരുന്നിട്ടും മരങ്ങളും ചെടികളും പൂക്കളും കായ്ക്കുകയും ചെയ്യുക. അവിശ്വസനീയമായ ഒരുവൻ നിയതമായ അത്യാഗ്രഹിയും മുൻചുണ്ടിക്കാരനും വഞ്ചകനുമാകുന്നു. അത്തരമൊരു മനുഷ്യന് ഏതു വിധേനയും തന്റെ ഉപജീവനം സ്വായത്തമാക്കാൻ കഴിയുന്നു. മുകളിൽ പ്രസ്താവിച്ച ലക്ഷണങ്ങളുടെ അഭാവത്താൽ മഹാരാജാവ് യുധിഷ്ഠിരന്റെ ഭരണം സുപ്രകാശമായിരുന്നു. എന്നാൽ തന്റെ രാജ്യത്തെ ദൈവിക അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന നേരിയ വ്യതിയാനം പോലും തിരിച്ചറിയുന്ന മഹാരാജാവ് യുധിഷ്ഠിരൻ വിസ്മിതനാവുകയും തൽക്ഷണം അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാൻ തിരോധാനം ചെയ്തുവോ എന്ന് ശങ്കിക്കുകയും ചെയ്തു. നിന്ദ്യമായ ഉപജീവന മാർഗങ്ങൾ എന്നത് ഒരുവന്റെ ധർമ്മസംബന്ധമായ അഥവാ തൊഴിൽ സംബന്ധമായ കർത്തവ്യങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്നതിനെ അർത്ഥമാക്കുന്നു. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെ 4 വർണ്ണങ്ങളിലുള്ള എല്ലാവർക്കും നിർദ്ദിഷ്ടങ്ങളായ കർത്തവ്യങ്ങളുണ്ട്. ഒരു വർണ്ണത്തിലുള്ള ഒരുവൻ അവന്റെ നിർദ്ദിഷ്ട കർത്തവ്യം ഉപേക്ഷിച്ച് മറ്റൊരു വർണ്ണത്തിൽ അനുശാസിച്ചിരിക്കുന്ന കർത്തവ്യങ്ങൾ നിർവഹിക്കുന്ന പക്ഷം അത് അത്യന്തം നിന്ദ്യവും അനുചിതവുമായ കർത്തവ്യ അനുഷ്ഠാനമാകുന്നു. ജീവിതത്തിൽ ഉന്നതമായ ലക്ഷ്യമില്ലാത്ത ഒരുവൻ പണത്തിനും പദവിക്കും അത്യാർത്തിയുള്ളവനായി തീരുന്നു. മാത്രവുമല്ല, കുറെ വർഷങ്ങൾ മാത്രം ആയുസ്സുള്ള തന്റെ ജീവിതത്തെ അയാൾ സർവസ്വമായി കരുതുന്നു. മാനവ സമൂഹത്തിലെ എല്ലാവിധ വൈരുദ്ധ്യങ്ങൾക്കും പ്രധാന കാരണം അജ്ഞതയാകുന്നു. അധപതനം അഥവാ ധർമ്മച്യുതി സംഭവിച്ച ഈ യുഗത്തിൽ ഈ അജ്ഞതയെ ദൂരീകരിക്കാനായി ശ്രീമദ് ഭാഗവത രൂപത്തിലുള്ള തേജോമയനായ സൂര്യൻ പ്രകാശം ചൊരിയാനായുണ്ട്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. കൃഷ്ണ പ്രഭു മ്യൂട്ടിലാണ് പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു. സോ ഈ ഒരു അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, തുടങ്ങുന്നത് തന്നെ കുറേ മോശമായിട്ടുള്ള അമംഗളമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, ലക്ഷണങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു യുധിഷ്ഠിര മഹാരാജാവ്. അർജുനൻ ദ്വാരകയിലേക്ക് പോകുന്നു ഭഗവാൻ കൃഷ്ണൻ്റെ അടുത്ത പരിപാടികൾ എന്തൊക്കെയെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം പോകുന്നതാണ്. പോയിട്ട് കുറേ മാസങ്ങളായി കാണുന്നില്ല, തിരിച്ചു വരുന്നില്ല. യുധിഷ്ഠിര മഹാരാജാവിന് ആദിയായി. എന്ത് സംഭവിച്ചു? കൃഷ്ണൻ എന്ത് സംഭവിച്ചു? ദ്വാരകാവാസികൾക്ക് എന്ത് സംഭവിച്ചു? യദുകുലത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അർജുനൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളായിരുന്നു യുധിഷ്ഠിര മഹാരാജാവിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഒരുപാട് ലക്ഷണങ്ങൾ, മോശമായിട്ടുള്ള ഒരുപാട് ലക്ഷണങ്ങൾ കാണുമായിരുന്നു. മോശമായിട്ടുള്ള ശകുനങ്ങളൊക്കെ യുധിഷ്ഠിര മഹാരാജാവ് കണ്ടു തുടങ്ങി അദ്ദേഹത്തിൻ്റെ രാജ്യത്ത്. അപ്പോൾ ഇവിടെ പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് കാലാവസ്ഥകളൊക്കെ അതിൻ്റെ ചിട്ടയോടുകൂടി ഒരു കാലാവസ്ഥ കഴിഞ്ഞ് അടുത്ത കാലാവസ്ഥ വരുന്നതൊക്കെ മാറിത്തിരിയുന്നു. പല ആളുകളും
ആളുകളുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നു. പല ആളുകളും സ്വാർത്ഥരാകുന്നു, ദേഷ്യം വരുന്നു, പിന്നെ അതേപോലെ മറ്റുള്ളവരെ ചതിക്കുന്ന സ്വഭാവം, ഇങ്ങനെയുള്ളതൊക്കെ അദ്ദേഹം കണ്ടു തുടങ്ങി അദ്ദേഹത്തിൻ്റെ രാജ്യത്ത്. ഇങ്ങനെ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ രാജ്യം. ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നത് അതാണ്. ആ ഒരു ഐശ്വര്യം പോകുമ്പോൾ, ആ വർണ്ണാശ്രമ ധർമ്മം പാലിക്കാതെ വരുമ്പോൾ, അതിനെന്തെങ്കിലും ഒരു സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു തകരാറ് വരുമ്പോൾ, അപ്പോൾ ഇതേപോലെ പല സംഭവങ്ങളും നടക്കും. അതായത് ശരിയായിട്ട് നടക്കാതെ പല കാര്യങ്ങളും മാറിയും തിരിഞ്ഞൊക്കെ വരും. അതേപോലെ തന്നെ മോശമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കും. ഇപ്പോൾ വർണ്ണാശ്രമ സിസ്റ്റം ഭഗവാൻ തന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ എല്ലാവരെയും, അല്ലെങ്കിൽ ഓരോ വർണ്ണത്തിലുള്ളവരെയും ഓരോ ആശ്രമത്തിലുള്ളവരെയും അവസാനം ഭഗവാനിലേക്ക് അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു മാർഗമാണ്, സിസ്റ്റമാണ് വർണ്ണ ആശ്രമ ധർമ്മം, അല്ലേ? അപ്പോൾ എന്തെങ്കിലും അതിനൊരു കോട്ടം സംഭവിക്കുമ്പോൾ മൊത്തത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങും. യുധിഷ്ഠിര മഹാരാജാവിന് ഇത് പെട്ടെന്ന് മനസ്സിലായി. കാര്യം എന്താണെന്ന് വെച്ചാൽ, യുധിഷ്ഠിര മഹാരാജാവിൻ്റെ കാലത്ത്, അദ്ദേഹം ഭരിച്ചിരുന്ന കാലത്ത് എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുമായിരുന്നു. ആ വർണ്ണ ആശ്രമ സിസ്റ്റം വളരെ ഭംഗിയായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുകളോ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ആ രാജ്യത്ത്. എല്ലാ വ്യക്തികളും എല്ലാവരും ഭക്തി മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണ്. ഏത് കുലത്തിൽ പെട്ടവരാണെങ്കിൽ പോലും എല്ലാവരും യുധിഷ്ഠിര മഹാരാജാവിനെ പിന്തുടരുന്നവരായിരുന്നു. യുധിഷ്ഠിര മഹാരാജാവ് ശുദ്ധ ഭക്തനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാജ്യത്തുള്ള എല്ലാവരും അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് രാജ്യം സമ്പന്നമായിരുന്നു. അപ്പോൾ അതിൽ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ യുധിഷ്ഠിര മഹാരാജാവിന് മനസ്സിലാവുന്നു, എവിടെയോ എന്തോ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഭഗവാൻ കൃഷ്ണൻ എന്തെങ്കിലും സംഭവിച്ചോ? അതായത് ഭഗവാൻ കൃഷ്ണനൊന്നും സംഭവിക്കാനില്ല, എന്നാലും ഭഗവാൻ കൃഷ്ണൻ ലീലകളെങ്ങാനും അവസാനിപ്പിച്ച് പോയോ? ഇനി അതോ വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചിന്തകൾ വരുന്നു. കൂട്ടത്തിൽ ഈ ലക്ഷണങ്ങളൊക്കെ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവിനത് പെട്ടെന്ന് മനസ്സിലായി, എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് ലക്ഷണങ്ങൾ കണ്ട്. ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ സാധിക്കുമോ? ഇന്നത്തെ കാലത്ത് എല്ലാം തലതിരിഞ്ഞാണ് നടക്കുന്നത്. നമ്മൾ തലതിരിഞ്ഞ് നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാം താറുമാറായിട്ടിരിക്കുകയാണ്. വർണ്ണാശ്രമ സിസ്റ്റം ഇല്ല. എല്ലാവിധ മോശമായിട്ടുള്ള കാര്യങ്ങളും ആളുകൾ ചെയ്യുന്നു. ശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ ആരും ഫോളോ ചെയ്യുന്നില്ല. ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ എല്ലാം തലതിരിഞ്ഞിട്ടാണ് നടക്കുന്നത് ഈ കാലത്ത്, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് മോശം സംഭവിച്ചാലും നല്ലത് സംഭവിച്ചാലും തിരിച്ചറിയാനുള്ളൊരു അവസ്ഥയില്ല നമുക്ക്. കാര്യം അങ്ങനത്തെ ഒരു അവസ്ഥയാണ്, ഒരു അവിയലിൻ്റെ അവസ്ഥയാണ്. എല്ലാം കൂടെ കലങ്ങിയിരിക്കുന്നൊരു അവസ്ഥയാണ്. നമുക്കതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവില്ല. യുധിഷ്ഠിര മഹാരാജാവിനെ പെട്ടെന്ന് മനസ്സിലായി. കാര്യം അതിങ്ങനെ ഭംഗിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു കുഴപ്പം വന്നപ്പോഴേക്കും അദ്ദേഹത്തിന് അത് ചെറിയ ലക്ഷണം തന്നെ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് മനസ്സിലായി എന്തോ സംഭവിച്ചു എന്നുള്ളത്. ഇപ്പോൾ ഒരു വെളുത്ത തുണിയിൽ ഒരു ചെറിയൊരു കറുത്തൊരു സ്പോട്ട് വീഴുവാണെങ്കിൽ അത് പെട്ടെന്ന് എടുത്ത് കാണിക്കും, അല്ലേ? എന്നാൽ ഒരുപാട് മുഷിഞ്ഞൊരു തുണിയാണെങ്കിൽ അതിൽ എത്ര സ്പോട്ട് വീണാലും പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയില്ല. അതേപോലെയാണ് ഇവിടെ പറയുന്നത്. യുധിഷ്ഠിര മഹാരാജാവിന് അദ്ദേഹത്തിൻ്റെ ഭരണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം പരിശുദ്ധ ഭക്തനായതുകൊണ്ട് വെള്ളത്തുണിയായിട്ട് നമുക്ക് ഉപമിക്കുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ചെറിയ ലക്ഷണങ്ങൾ, മോശമായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്പോട്ട് വന്നാൽ അദ്ദേഹത്തിന് പെട്ടെന്ന് അത് ഹൈലൈറ്റായി, പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ചിന്ത. അർജുനനെയും കാണുന്നില്ല. അർജുനനെ കാണാതിരിക്കുമ്പോഴേ അദ്ദേഹത്തിന് സംശയമായി. കാര്യം അർജുനൻ കൃഷ്ണനുമായിട്ട് അത്രയും അടുപ്പമുള്ള വ്യക്തിയാണ്. ഇനി ഭഗവാൻ കൃഷ്ണന് യദു വംശത്തിലുള്ളവർക്കും അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ? അതുകൊണ്ടായിരിക്കും അർജുനൻ വരാത്തത്. അങ്ങനെയുള്ള ചിന്തകളാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ കാണാം, ആളുകൾ ഒരുപാട് സ്വാർത്ഥരാകുന്നു, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്നു,
അതേപോലെ ഒരുപാട് മോശമായിട്ടുള്ള ലക്ഷണങ്ങൾ ഇന്നത്തെ കാലത്ത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കാര്യം. ഇന്നത്തെ കാലത്ത് എല്ലാ ആളുകളും സ്വാർത്ഥരാണ്. എല്ലാവരും പേരിനും പ്രശസ്തിക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി അടികൂടുന്നു, അല്ലേ? രാജ്യങ്ങൾ തമ്മിൽ അടികൂടുന്നു, വ്യക്തികൾ തമ്മിൽ അടികൂടുന്നു, എല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന സംഭവമാണ്. ഇന്നത്തെ കാലത്ത് സിസ്റ്റമേ ഇല്ല. കാര്യം നമ്മളെല്ലാവരും ആ ഒരു അന്ധകാരത്തിലാണ് ഇരിക്കുന്നത്. കലിയുഗത്തിൻ്റെ ഒരു യുഗത്തിൻ്റെ പ്രശ്നം കൂട്ടത്തിൽ ആളുകൾ സിസ്റ്റംസ് അല്ലെങ്കിൽ ആളുകൾ ശാസ്ത്രങ്ങൾ ഫോളോ ചെയ്യാത്തതിൻ്റെ കുഴപ്പം, എല്ലാം കൂടെ അന്ധകാരത്തിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ ആ അന്ധകാരത്തിലേക്ക് ഭഗവാൻ വരുന്നുണ്ട് അവതാരമായിട്ട്. ഈ കലിയുഗത്തിന് വേണ്ടി ഭഗവാൻ ശ്രീമദ് ഭാഗവതമായിട്ട് വരുന്നു. കൃഷ്ണേ സുധാമോപഗതേ ധർമ്മജ്ഞാനാദിവി സഹ കലോ നഷ്ടാദൃശാമേഷ പുരാണ ആർക്കോ അധുനോദിത. നമ്മളിത് പഠിച്ചിട്ടുണ്ട് ആദ്യത്തെ അധ്യായങ്ങളിൽ. ഭഗവാൻ കൃഷ്ണൻ സ്വധാമത്തിലേക്ക് പോയതിനു ശേഷം എവിടെയാണ് ധർമ്മം ശരണം പ്രാപിച്ചത് എന്നുള്ള ചോദ്യം സൂതഗോസ്വാമിയോട് ശൗനകാദി ഋഷികൾ ചോദിച്ചതാണ്. അപ്പം അതിൻ്റെ ഉത്തരമായിട്ട് സൂതഗോസ്വാമി പറയുന്നതാണ്, ശ്രീമദ് ഭാഗവതം സൂര്യനെ പോലെ, ആയിരക്കണക്കിന് കോടിക്കണക്കിന് സൂര്യ തേജസ്സോടുകൂടി ശ്രീമദ് ഭാഗവതം ഉദിച്ചിരിക്കുന്നു. അന്ധകാരത്തിലെ കലിയുഗത്തിലെ അന്ധരായിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും വെളിച്ചം പകർന്നു തരാൻ വേണ്ടി. അതാണ്. അപ്പോൾ ശിലപ്രഭുജി അതിനെക്കുറിച്ചാണ് എഴുതുന്നത്. ഇന്നത്തെ കാലത്ത് എല്ലാവരും അന്ധകാരത്തിലാണ്. അപ്പോൾ കൃഷ്ണനാണെങ്കിൽ ലീലകൾ അവസാനിപ്പിച്ച് പോയിരിക്കുന്ന സമയമാണ്. കൃഷ്ണൻ ഇനി ഇപ്പോഴൊന്നും വരാൻ പോകുന്നില്ല. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ ശ്രീമദ് ഭാഗവത രൂപത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും രക്ഷിക്കാൻ വേണ്ടി, നമുക്ക് വെളിച്ചം പകർന്നു തരാൻ വേണ്ടി. ഓക്കെ, അടുത്തത് നോക്കാം. ജിഹ്മ പ്രായം വ്യവഹൃതം ശാട്യമിശ്രം ച സൗഹൃദം പിതൃമാതൃസുഹൃദ്ഭ്രാതൃ ദമ്പതീനാം ച കൽക്കനം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജിഹ്മാ പ്രായം വ്യവഹൃതം ശാഠ്യമിശ്രം ച സൗഹൃദം പിതൃമാതൃ സുഹൃത് ഭ്രാതോ ദമ്പതീനാം ച കൽക്കനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജിഹ്മപ്രായം വ്യവഹൃതം ഷാഢ്യമിശ്രം ച സൗഹൃദം പിതൃമാതൃസുഹൃദ്ഭ്രാതൃ ദമ്പതീനാം ച കൽക്കനം. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ജിത്മപ്രായം വ്യവഹൃതം ശാഠ്യമിശ്രം ച സൗഹൃദം പിതൃമാതൃസുഹൃദ്ഭ്രാതൃ ദമ്പതീനാം ച കൽക്കനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജിഗ്നപ്രായം വ്യവസ്കൃതം ശാഠ്യമിശ്രം ച സൗഹൃദം പിതുർമാതുർസുഹൃദ്ഭ്രാതുർ ദമ്പതീനാം ച കൽക്കനം. ഹരേ കൃഷ്ണ പ്രഭുജി. ഓക്കെ, താങ്ക് യു. വിവർത്തനം ഭാവാർത്ഥം വായിക്കൂ. വേറെ ആരെങ്കിലും? ഹരേ കൃഷ്ണ. പ്രഭു വായിക്കട്ടെ. വായിക്കൂ. വിവർത്തനം ഭാവാർത്ഥം. ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭിചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീലപ്രഭുപാദ് കി ജയ്. എല്ലാ സാമാന്യ വ്യവഹാരങ്ങളും ഇടപാടുകളും മിത്രങ്ങൾ തമ്മിലുള്ളവ പോലും വഞ്ചനകളാൽ പങ്കിലമായി തീർന്നു. കുടുംബകാര്യങ്ങളിലാകട്ടെ പിതാവ്, മാതാവ്, പുത്രന്മാർ എന്നിവർക്കിടയിലും സുഹൃത്തുക്കൾക്കു മധ്യേയും സഹോദരങ്ങൾക്കു മധ്യേയും സദാ തെറ്റിദ്ധാരണകൾ ഉണ്ടായി. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ പോലും സദാ പിരിമുറുക്കവും കലഹവും ഉണ്ടായി. ഭാവാർത്ഥം. പിഴവുകൾ, ഉന്മാദം, കഴിവില്ലായ്മ, വഞ്ചന എന്നിങ്ങനെയുള്ള 4 കുചേഷ്ടിതങ്ങളുള്ളവരാണ് ബദ്ധജീവാത്മാക്കൾ. ഇവയൊക്കെ ന്യൂനതയുടെ ലക്ഷണങ്ങളാകുന്നു. മാത്രമല്ല ഈ 4-ൽ മറ്റുള്ളവരെ വഞ്ചിക്കാനുള്ള പ്രവണത ഏറ്റവും പ്രബലമാകുന്നു. ഈ വഞ്ചനാശീലം ബദ്ധജീവാത്മാക്കളിലുള്ളതിന് കാരണം എന്തെന്നാൽ അവർ ഭൗതിക ലോകത്തിൽ വന്നത് തന്നെ പ്രധാനമായും ഭൗതിക ലോകത്തെ അടക്കി ഭരിക്കുവാനുള്ള അസ്വാഭാവികമായ ആഗ്രഹത്താൽ പൂരിതരാകയാലാണ് എന്നതാണ്. ഒരു ജീവാത്മാവ് തന്റെ പരിശുദ്ധാവസ്ഥയിൽ ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങളാൽ ബന്ധിതനല്ല. എന്തെന്നാൽ പരിശുദ്ധാവസ്ഥയിൽ പരമപുരുഷന്റെ നിത്യസേവകനാണ് താനെന്നും പരമപുരുഷ ഭഗവാന്റെ ഉടമസ്ഥതയിലുള്ളവയെ അടക്കി ഭരിക്കാൻ കൃത്രിമമായി ഉദ്യമിക്കുന്നതിനു പകരം വിനീത സേവകനായി തുടരുകയാണ് തനിക്ക് സർവദാ അഭികാമ്യമെന്നും ഒരു ജീവാത്മാവ് ബോധവാനാണ്. ഒരിക്കലും അങ്ങനെയായി തീരാൻ കഴിയില്ലെങ്കിലും ഒരു പക്ഷേ താൻ കാണുന്നതിന്റെ എല്ലാം യജമാനനായി യഥാർത്ഥത്തിൽ
തീർന്നാൽ പോലും ബദ്ധാവസ്ഥയിൽ ഒരു ജീവാത്മാവ് ഒരിക്കലും സംതൃപ്തനാകുകയില്ല. ആകയാൽ അവൻ ഏറ്റവും അടുത്ത ഉറ്റ ബന്ധുക്കളിൽ നിന്നു പോലും എല്ലാവിധ വഞ്ചനകളുടെയും ഇരയായിത്തീരുന്നു. അത്തരം അസംതൃപ്താവസ്ഥയിൽ പിതാവിന്റെയും പുത്രന്മാരുടെയും ഇടയിലോ അല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലോ പോലും സ്വരച്ചേർച്ചയില്ല. എന്നാൽ നേരിടുന്ന ഈ എല്ലാവിധ ബുദ്ധിമുട്ടുകളെയും ഒരേ ഒരു പ്രക്രിയയാൽ ലഘൂകരിക്കാൻ കഴിയുന്നു. ആ ഏക പ്രക്രിയ ഭഗവാന്റെ ഭക്തിയുത സേവനമാകുന്നു. ഭഗവാന്റെ ഭക്തിയുത സേവനത്താൽ പ്രതിപ്രവർത്തനം നടത്തി മാത്രമേ കാപട്യം നിറഞ്ഞ ലോകത്തെ തടുക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഈ വൈലക്ഷണ്യങ്ങളെല്ലാം നിരീക്ഷിച്ച മഹാരാജാവ് യുധിഷ്ഠിരൻ ഭഗവാൻ ഭൂമിയിൽ നിന്നും തിരോധാനം ചെയ്തുവെന്ന് അനുമാനിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ഈ ശ്ലോകത്തിലും പറയുന്നു, തുടർച്ചയായിട്ട് പറയുന്നു, വേറെ കുറേ ലക്ഷണങ്ങളെക്കുറിച്ച് പറയുന്നു. കുറേ മോശമായിട്ടുള്ള കുറേ ശകുനങ്ങൾ കാണുന്നു യുധിഷ്ഠിര മഹാരാജാവ്. എല്ലാ ആളുകൾ തമ്മിലുള്ള ആ ഒരു ഡീലിങ്സ് എല്ലാം വളരെ മോശം. അതായത് അതിലൊരുപാട് ചതിയും കളവുകളും അങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ സുഹൃത്തുക്കൾ തമ്മിൽ പോലും കളവും അല്ലെങ്കിൽ ചതിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ, ഒരുപാട് തെറ്റിദ്ധാരണകൾ, അച്ഛനും അമ്മയും മക്കളും ഭാര്യയും ഭർത്താവും സഹോദരങ്ങളും എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്വരച്ചേർച്ച, അതേപോലെ തന്നെ തെറ്റിദ്ധാരണകൾ, അങ്ങനെ ഒരുപാട് കലഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മൊത്തത്തിൽ ഫാമിലി അല്ലെങ്കിൽ കുടുംബജീവിതം മുഴുവനും താറുമാറാവുന്ന ഒരു അവസ്ഥ. അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെയാണ് യുധിഷ്ഠിര മഹാരാജാവ് കാണുന്നത്. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഇങ്ങനെയുള്ളതെല്ലാം ആക്ച്വലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ ആ ഒരു പ്രസൻസ് നഷ്ടപ്പെടുമ്പോൾ സംഭവിക്കുന്നതാണ് ആക്ച്വലി. അപ്പോൾ ശ്രീമദ് ഭാഗവതം ശ്രീല വ്യാസദേവൻ നമുക്ക് എഴുതി തരുന്നത്, അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതം ശാശ്വതമായിട്ടുള്ളതാണ്. അത് 5000 വർഷം മുമ്പ് വന്നതാണെന്നും പറയാൻ സാധിക്കില്ല. എന്നാൽ ഈ ഒരു കലിയുഗത്തിൻ്റെ തുടക്കം അല്ലെങ്കിൽ ദ്വാപരയുഗത്തിൻ്റെ അവസാനമായിട്ടാണ് ശ്രീമദ് ഭാഗവതം വ്യാസദേവൻ കമ്പൈൽ ചെയ്ത് നമുക്ക് തരുന്നത്. കാര്യം വ്യാസദേവൻ അറിയാം, അല്ലെങ്കിൽ വ്യാസദേവൻ കാണുന്നു, കൃഷ്ണൻ ലീലകൾ അവസാനിപ്പിച്ച് തിരിച്ച് സ്വധാമത്തിലേക്ക് പോകുന്നു. അതിനുശേഷം ഇവിടെയുള്ള ആളുകൾക്ക് വെളിച്ചം പകർന്നു തരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഭാഗവതം ഇതേപോലെ കമ്പൈൽ ചെയ്ത് നമുക്ക് വേണ്ടി തരുന്നത്, അല്ലേ? ഭഗവാൻ തന്നെ വ്യാസദേവനായി വിസ്തരിച്ച്, ഭഗവാന്റെ ശക്തി അവതാരമാണ് വ്യാസദേവൻ, അങ്ങനെയാണ് അദ്ദേഹം ഇതെല്ലാം കമ്പൈൽ ചെയ്യുന്നത്. സോ അതിന് മുമ്പുള്ള അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതായത് ഭഗവാന്റെ തിരോഭാവം നടന്നിട്ടുണ്ടാവും എന്നുള്ളൊരു ചിന്ത യുധിഷ്ഠിര മഹാരാജാവിൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. കാര്യം ഈ ലക്ഷണങ്ങളൊക്കെ, മോശമായിട്ടുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ, ഇന്നത്തെ കാലത്തെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഈ പറയുന്ന ലക്ഷണങ്ങളെല്ലാം എപ്പോഴും സദാസമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഭഗവാനില്ല എന്നുള്ളത് ഒരു കാര്യം. ശ്രീമദ് ഭാഗവതം ഉണ്ട് എന്നിട്ടും പോരാ, എന്നിട്ടും പ്രശ്നമാണ്. ഭാഗവതം ഉണ്ടായിട്ടും കാര്യമില്ല. സൂര്യ തേജസ്സോടുകൂടി ശ്രീമദ് ഭാഗവതം ഉദിച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടി, അന്ധകാരം മാറ്റാൻ വേണ്ടി. പക്ഷേ ആ സൂര്യ തേജസ്സിനെ പോലും ആളുകൾ റിജക്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിട്ടും, ഇങ്ങനൊരു ഫെസിലിറ്റി ഭഗവാൻ തന്നിട്ടും അതിനെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ് ഇന്നത്തെ കാലത്ത്. എല്ലാവരും ഇവിടെ പ്രഭുപാദി പറയുന്ന പോലെ എല്ലാവരും സ്വന്തം ഇന്ദ്രിയ ഭോഗങ്ങൾക്ക് വേണ്ടി അവനവൻ്റെ സുഖത്തിനും സന്തോഷം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുന്നൊരവസ്ഥയാണ്. ഈവൻ ഭഗവാന്റെ ആ ഒരു പൊസിഷൻ എടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ആളുകൾ. അതായത് ഭഗവാന്റെ പൊസിഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാനാണ് ഭോക്താറാം യജ്ഞ തപസാം സർവ്വലോക മഹേശ്വരം. ആ പോസ്റ്റ് ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം ആണ് ഇവിടുത്തെ ആൾക്കാർക്ക്. അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് ഈ ലോകത്തുള്ള ആളുകൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ ശാസ്ത്രത്തിൽ പറയുന്നതൊന്നും ഫോളോ ചെയ്യാതെ ഇന്ദ്രിയ ഭോഗങ്ങൾ മാത്രം നോക്കിക്കാണുന്നു. അങ്ങനെ അതിനുവേണ്ടി, അപ്പോൾ ആ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ, ചതിക്കുന്നു. അതായത് ഇന്ദ്രിയ ഭോഗങ്ങൾ നടക്കാതെ വരുമ്പോൾ ദേഷ്യം വരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ മുകളിൽ പ്രശ്നങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും
സ്വരച്ചേർച്ചകൾ, ഇതെല്ലാം നമുക്ക് ഇന്നത്തെ കാലത്ത് വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യമാണ്. കാര്യം അപ്പോൾ അതിൻ്റെ റീസൺ ഇതാണ്. റീസൺ എന്താണ്? ഭഗവാൻ നടുക്ക്, അതായത് അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഒന്നാമത് ഈ കലിയുഗത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കൂട്ടത്തിൽ ഭഗവാനെ നമ്മൾ മറന്നിരിക്കുന്നു. ഭഗവാൻ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു ആവുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാവരും തമ്മിൽ നല്ല സൗഹൃദം ഉണ്ടാവും, നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അതില്ലാതെ വരുമ്പോഴാണ്, സെൽഫിഷ്നെസ് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഈവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതം തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും പഠിച്ചു തുടങ്ങിയിട്ടോ അല്ലെങ്കിൽ ഭഗവാനെ നാമം ജപിച്ചു തുടങ്ങിയിട്ടോ കുറച്ച് വർഷങ്ങളായിട്ടുള്ളവർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കും പല കാര്യങ്ങളും. നമ്മൾ നേരത്തെ നമ്മുടെ ചിന്താഗതിയും ഇപ്പോഴുള്ള ചിന്താഗതിയും നമ്മളുടെ വ്യത്യാസങ്ങൾ. പണ്ട് നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് ഒരുപക്ഷെ ദേഷ്യം വരുമായിരിക്കും. ദേഷ്യം വന്ന് അതായത് മറ്റുള്ളവരുമായിട്ട് അടി കൂടിയാലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞതേ ശരി എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ പിടിച്ചു നിൽക്കുന്ന ആളുകളായിരുന്നിട്ടുണ്ടാവും. അതായത് എത്ര അടുത്ത ബന്ധങ്ങളാണെങ്കിൽ പോലും അത് മുറിഞ്ഞു പോകുമ്പോൾ ഒരു വിഷമം തോന്നാത്ത, അത് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ നോക്കാത്ത, കാര്യം ഞാൻ പറഞ്ഞതാണ് ശരി, എൻ്റെ വാശി, അങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ ആയിരുന്നിട്ടുണ്ടാവും നമ്മളിൽ പലവർക്കും. എന്നാൽ ഇപ്പോൾ ഒരുപക്ഷെ ആ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഭഗവാന്റെ, അല്ലെങ്കിൽ ഇവിടെ ശിലപ്രഭാജി പറയുന്ന എല്ലാത്തിൻ്റെയും ഒരേ ഒരു സൊല്യൂഷൻ ഭക്തിയുത സേവനങ്ങളാണ് എന്നുള്ളത്. അപ്പോൾ ഭക്തിയുത സേവനങ്ങൾ നമ്മൾ ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ടല്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് അതിലേക്കുള്ളൊരു ശ്രമം നടത്തുന്നതുകൊണ്ട് തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ഡീലിങ്സിലും നമ്മൾ ഓരോ സാഹചര്യങ്ങളെ നോക്കിക്കാണുന്ന രീതികളും ഒക്കെ മാറിയിട്ടുണ്ടാവും. അത് ഓരോരുത്തർക്കും പേഴ്സണലി അനുഭവിക്കുന്ന കാര്യങ്ങളാണിതെല്ലാം. അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ഇപ്പോൾ കൂടുതൽ, അതായത് ദേഷ്യം കൺട്രോൾഡാവും കുറേയൊക്കെ, അല്ലെങ്കിൽ പിന്നെ ചില സാഹചര്യങ്ങളൊക്കെ നമ്മൾ പണ്ടത്തെ സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തകർന്നു പോകുന്ന ഒരു അവസ്ഥയായിരിക്കും. ഇപ്പോൾ കുറച്ചും കൂടെ സഹിഷ്ണുതയോടുകൂടി കാര്യങ്ങളെ ഒന്നും കൂടെ ബ്രോഡായിട്ട്, ഒന്നും കൂടെ സഹിഷ്ണുതയോടുകൂടി അതിനെ ടോളറേറ്റ് ചെയ്യാനുള്ളൊക്കെ ഒരു ശക്തിയൊക്കെ നമുക്ക് ഒരുപക്ഷെ മുഴുവനായിട്ട് കിട്ടിയെന്നുള്ളതല്ല, പക്ഷേ കുറച്ചെങ്കിലും ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ കാരണം എന്താണ്? എവിടെ നിന്നാണ് നമുക്ക് ശക്തി കിട്ടുന്നത്? അത് ഭക്തിയുത സേവനങ്ങളിലൂടെയാണ് നമുക്ക് ആ ശക്തി കിട്ടുന്നത്. കാര്യം ഭക്തിയുത സേവനങ്ങളുടെ നമ്മുടെ പ്യൂരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ആ ട്രാൻസ്ഫർമേഷൻ നടക്കാനുള്ള ആ ഒരു തുടക്കം, മുഴുവനായി എന്നുള്ളതല്ല, പക്ഷേ അതിൻ്റെ ഒരു തുടക്കത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഓർക്കുക, അല്ലെങ്കിൽ ഇതേ ഒരേ ഒരു മാർഗമേ ഉള്ളൂ ഈ ലോകത്തുള്ള പ്രശ്നങ്ങൾക്കും, അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, അത് ഭക്തിയുത സേവനങ്ങൾ മാത്രം. എന്നാൽ ഇത് പുറമേയുള്ള ആളുകളോട്, സാധാരണ ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. കാര്യം ഒരുപാട് ഇന്ദ്രിയ ഭോഗങ്ങളുടെ പുറകിൽ നടക്കുന്നവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ദഹിക്കില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക, ഇതാണ് മാർഗം. പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവുന്നവർ ആക്സെപ്റ്റ് ചെയ്യും, മനസ്സിലാവാത്തവർ നമ്മളെ പഴി പറയും. ഓക്കെ, പറയട്ടെ, നമ്മളെന്നാലും ഈ ഒരു മാർഗത്തിൽ നിന്ന് പുറകിലേക്ക് വരില്ല എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. ഇതേ ഉള്ളൊരു സൊല്യൂഷൻ. ഈ ഭൗതിക ലോകത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും, ഈ കളവും ചതിയും ഒക്കെ. ഈ ഒരു യുഗത്തിൽ അതിൻ്റെ ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലാണ്. മറ്റുള്ള യുഗങ്ങളിൽ അതനുസരിച്ചിട്ട് കുറവും കൂടുതലൊക്കെ ഉണ്ടാവും. എന്തൊക്കെയാണെങ്കിലും ജന്മമൃത്യു ജരാവ്യാധി, ആദിഭൗതിക ആദിദൈവിക ആധ്യാത്മിക ക്ലേശങ്ങൾ ഭൗതിക ലോകത്തിൽ ഉള്ളിടത്തോളം കാലം നമ്മളെ പിന്തുടരും. അപ്പോൾ എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ നമ്മളെ ചെറുതായിട്ടോ വലുതായിട്ടോ എഫക്റ്റ് ചെയ്യാൻ പോകുന്നതാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ നോക്കുന്നതാണ് ബുദ്ധിയുള്ളവർ അതാണ് ചെയ്യുന്നത്. അതിനുള്ള മാർഗം, ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഭക്തിയുത സേവനങ്ങൾ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവാന്റെ നാമവും ശ്രീമദ് ഭാഗവതവും ഹരികഥയും
അതേപോലെ വൈഷ്ണവരുടെ സംഘത്തിലിരുന്നു കൊണ്ട് നമ്മൾ കീർത്തനം ചൊല്ലുന്നു, ഭാഗവതം കേൾക്കുന്നു, നാമം ജപിക്കുന്നു, ഭഗവാനെ സേവിക്കുന്നു. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അടുത്ത ശ്ലോകം 5. നിമിത്താനി അത്യരിഷ്ടാനി കാലേ ത്വനുഗതേ നൃണാം ലോഭാദി അധർമ്മ പ്രകൃതിം ദൃഷ്ട്വോ വാചാനുജം നൃപഃ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിമിത്താനി അരിഷ്ടാനി കാലേ തനുഗതേ നൃണാം ലോഭാദി അധർമ്മ പ്രകൃതിം ദൃഷ്ടോ വാചാനുജം നൃപഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നിമിത്താനി അരിഷ്ടാനി കാലേ ത്വനുഗതേ നൃണാം ലോഭാദ്യധർമ്മ പ്രകൃതിം ദൃഷ്ടോ വാചാനുജം നൃപഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിമിത്താന്യത്യരിഷ്ടാനി കാലേ ത്വനുഗതേ നൃണാം ലോഭാദ്യധർമ്മ പ്രകൃതി ദൃഷ്ടോ വാചാനുജം നൃപഃ. ഹരേ കൃഷ്ണ. ഓക്കെ, വേറെ ആരെങ്കിലും വർത്തനം ഭാവാർത്ഥം വായിക്കൂ. ഹരേ കൃഷ്ണ. വർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ കീ ജയ്. കാലക്രമേണ മുഴുവൻ പ്രജകളും അത്യാർത്തി, കോപം, അഹങ്കാരം എന്നിവയിൽ തഴക്കം വന്നവരായി തീരുന്നതായും മഹാരാജാവ് യുധിഷ്ഠിരൻ ദർശിച്ചു. ഈ വിധത്തിലുള്ള ദുഷ്ടഗുണങ്ങളൊക്കെ ദർശിച്ച യുധിഷ്ഠിരൻ തന്റെ അനുജനോട് ഇപ്രകാരം പറഞ്ഞു. ഭാവാർത്ഥം: അത്യാർത്തി, കോപം, അധർമ്മം, കാപട്യം എന്നീ മനുഷ്യത്വരഹിതമായ മൃഗസമാന ലക്ഷണങ്ങൾ സമൂഹത്തിൽ അനിയന്ത്രിതമായി പടർന്നു പിടിച്ചപ്പോൾ യുധിഷ്ഠിരനെ പോലുള്ള ധർമ്മിഷ്ഠനായ രാജാവ് തൽക്ഷണം മനക്ഷോഭമുള്ളവനായി തീർന്നു. ആ യുഗത്തിലെ ജനങ്ങൾക്ക് അധപ്പതിച്ച സമൂഹത്തിന്റെ ഈ ലക്ഷണങ്ങളൊക്കെ തന്നെയും അജ്ഞാതമായിരുന്നുവെന്നും അവരെ സംബന്ധിച്ചിടത്തോളം കലിയുഗത്തിന്റെ ആഗമനത്തോടെ അവയൊക്കെ ജീവിതാനുഭവങ്ങളിൽ വന്നു ഭവിക്കുക എന്നത് അത്ഭുതപ്പെടുത്തുന്നവയായിരുന്നുവെന്നും ഈ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ കണ്ട് യുധിഷ്ഠിര മഹാരാജാവിന് ആകെ വിഷമമായി. അങ്ങനെ അദ്ദേഹം സഹോദരനോട് സംസാരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ലക്ഷണം ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു. ഈ ലക്ഷണങ്ങളുടെ ഒരു ലക്ഷണം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ മോശമായിട്ടുള്ള ശകുനങ്ങളുടെ ഒരു ലക്ഷണം എന്താണെന്ന് വെച്ചാൽ, കലിയുഗം തുടങ്ങാൻ പോകുകയാണ് എന്നുള്ളതിൻ്റെ ഒരു സൈനും കൂടെ ആയിരുന്നു എന്നുള്ളത് ഇവിടെ ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു. ശരിയാണ് കാര്യം. ഭഗവാൻ കൃഷ്ണൻ പോയതിന് ശേഷം ഉടനെ തന്നെ ഇനി നമ്മൾ കാണും യുധിഷ്ഠിര മഹാരാജാവും പാണ്ഡവരെല്ലാവരും രാജ്യം ഉപേക്ഷിച്ച് അവർ കാട്ടിലേക്ക് പോകുന്നതും പരീക്ഷിത് മഹാരാജാവിനെ ഏൽപ്പിച്ച് പോകുന്നതും, പിന്നെ കുറച്ച് വർഷങ്ങൾ പരീക്ഷിത് മഹാരാജാവ് ഭരിക്കുന്നു. അതിനുശേഷം നമുക്കറിയാം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തോടു കൂടി പിന്നെ കലിയുഗം സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ പ്രസൻസിൽ കലി മഹാരാജ് വരുന്നത്, അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലേക്ക് കടന്നു വരുന്നതൊക്കെ എപ്പിസോഡ് നമ്മൾ 17-ാമത്തെ അധ്യായത്തിൽ പഠിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ഇനി അടുത്ത ശ്ലോകം മുതൽ യുധിഷ്ഠിര മഹാരാജാവ് സംസാരിക്കുന്നതാണ്, ഭീമസേനോട് സംസാരിക്കുന്നതാണ്. ഇതുവരെയും അദ്ദേഹം ലക്ഷണങ്ങളൊക്കെ കണ്ട് അദ്ദേഹം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അദ്ദേഹം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ, അല്ലെങ്കിൽ അദ്ദേഹം ചുറ്റും കാണുന്നതൊക്കെ ഇനി അദ്ദേഹം പറയുവാണ്. ഭീമസേനോട് ചർച്ച ചെയ്യാൻ പോവുകയാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ, 6-ാമത്തെ ശ്ലോകം മുതൽ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ബാക്കി ബുധനാഴ്ച പ്രഭുജി കണ്ടിന്യൂ ചെയ്യും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം की जय. जगत गुरु शिला प्रभुपाद की जय.
शीला गुरुदेव की जय, सचिनंदन श्री गौर हरि की जय, श्री वृंदावन धाम की जय। जय जय श्री राधे श्याम। थैंक यू। Thank you, Prabhu.